ഹായ്, പത്തരമാറ്റിൻ്റെ പുതിയ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഇന്നത്തെ എപ്പിസോഡിൽ ആദ്യം കാണിക്കുന്നത് ആൻമേരിയും ദേവയാനിയും തമ്മിലുള്ള സംഭാഷണം തന്നെയാണ്. ആൻമേരി ദേവയാനിയോട് ചോദിക്കുന്നുണ്ട്, ആൻറ്റിക്ക് മരുമോളോട് ഇഷ്ടമല്ല എന്ന് എല്ലാവർക്കും അറിയാവുന്നതല്ലേ, അതുകൊണ്ട് ആൻറ്റി ഇനി ഫംഗ്ഷനിൽ വരാതിരിക്കുമോ? അപ്പോൾ ദേവയാനി പറയുന്നുണ്ട്, എനിക്ക് വരാൻ പറ്റില്ല മോളെ, എങ്കിലും മറഞ്ഞു നിന്നെങ്കിലും ആ ഫംഗ്ഷൻ കാണണമെന്നുണ്ട്. അതിനുള്ള അവസരം ഞാൻ ഒരുക്കിത്തരാം എന്ന് പറയുന്നുണ്ട് ആൻമേരി. അങ്ങനെ അതിൻ്റെ കാര്യങ്ങളൊക്കെ ഏർപ്പാടാക്കിക്കൊണ്ട് ദേവയാനി അവിടുന്ന് പോകുന്നുണ്ട്. പിന്നെ ആൻമേരി നയനയെ ഫോൺ വിളിച്ച് WCS സംഘടനയുണ്ട്, അതിൻ്റെ ഡിസൈനർ ഓഫ് ദ ഇയർ ആയിട്ട് മാഡത്തിനെയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നയന ചോദിക്കുന്നുണ്ട്, എന്നെയോ എന്ന് പറഞ്ഞിട്ട് ഞെട്ടുന്നുണ്ട്. എന്നിട്ട് നയന ചോദിക്കുന്നുണ്ട്, ഗ്രേസി ആൻറ്റിയുടെ മകളല്ലേ? അപ്പോൾ ആൻമേരി പറയുന്നുണ്ട്, എന്നെ അറിയാമോ എന്ന് ചോദിക്കുന്നുണ്ട്. ആദർശേട്ടൻ പറയാറുണ്ട് അമ്മയുടെ ഫ്രണ്ട് ഗ്രേസി ആൻറ്റിയെയും മകളെ പറ്റിയും ഒക്കെ. അപ്പോൾ ആൻമേരി പറയുന്നുണ്ട്, അത് ശരി, പക്ഷേ ഇതൊന്നും ആൻറ്റി അറിയില്ല കേട്ടോ, ആൻറ്റിയോട് ഇതൊന്നും പറഞ്ഞിട്ടുമില്ല. ഇനി ഇതിൻ്റെ ഡേറ്റും കാര്യങ്ങളുമൊക്കെ മാഡത്തിനെ വിളിച്ച് ഞാൻ അറിയിക്കുന്നതായിരിക്കും എന്നും പറഞ്ഞ് ആൻമേരി ഫോൺ വയ്ക്കുന്നുണ്ട്. പിന്നെ നയന ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട്, ഏതായാലും ഇതിനു പിന്നിൽ പ്രവർത്തിച്ചത് എൻ്റെ അമ്മ തന്നെയാണ്. അതിനു വേണ്ടി തന്നെയാണ് അമ്മ ആൻമേരിയെ വിളിച്ചതും കാണാൻ പോയതും. എന്നിട്ടൊന്നും അറിയാത്തതുപോലെ നടക്കുകയാ. നോക്കാം ഈ കളി എവിടം വരെ പോകുമെന്ന്. പിന്നെ കാണിക്കുന്നത് വേണുവിൻ്റെ വീടാണ്. അനാമിക കുഴമ്പൊക്കെ പുരട്ടി വേണുവിൻ്റെ കൈയൊക്കെ തടവി കൊടുക്കുന്നുണ്ട്. അപ്പോൾ വേദനയായിട്ട് വേണു പറയുന്നുണ്ട്, ഒന്ന് പതുക്കെ തടവ് മോളെ, എല്ലൊക്കെ പൊട്ടി എന്നാ തോന്നുന്നത്, ഏതെങ്കിലും ആയുർവേദ ഹോസ്പിറ്റലിൽ പോയി കിടക്കണം. അപ്പോൾ രേവതിയും പറയുന്നുണ്ട്, എനിക്കും ഒഴിച്ചിലും പിഴിച്ചിലും ഒക്കെ വേണ്ടി വരുമെന്നാ തോന്നുന്നത്. അതിലിടയ്ക്ക് കോളിംഗ് ബെൽ ശബ്ദം കേട്ട് എല്ലാവരും ഒന്ന് ഞെട്ടുന്നുണ്ട്. അപ്പോൾ വേണു പറയുന്നുണ്ട്, അതിനി ആരാണെന്ന് അറിയില്ലല്ലോ മോളെ. അപ്പോൾ അനാമിക പറയുന്നുണ്ട്, പകൽ സമയത്ത് ആരെങ്കിലും തല്ലാൻ വരുമോ? അപ്പോൾ വേണു പറയുന്നുണ്ട്, ഇപ്പോൾ പകലെന്നോ രാത്രിയൊന്നോ ഒന്നും ഇല്ല മോളെ, ഏത് സമയത്ത് വേണമെങ്കിലും തല്ലാം. എന്നിട്ട് അനാമിക പോയി ജനൽ തുറന്ന് മെല്ലെ നോക്കുന്നുണ്ട് വെളിയിൽ ആരാ വന്നിരിക്കുന്നതെന്ന്. അപ്പോൾ അനിയെ കാണുന്നുണ്ട്. എന്നിട്ട് വാതിൽ തുറന്ന് അനിയെന്നൊക്കെ പറയുന്നുണ്ട്, ഇപ്പോഴെങ്കിലും ഒന്ന് വരാൻ തോന്നിയല്ലോ. പിന്നെ അനി വേണുവിനോടും രേവതിയോടും ചോദിക്കുന്നുണ്ട്, ആരാണ് നിങ്ങളിങ്ങനെ അടിക്കടി തല്ലിയിട്ട് പോകുന്നത്? അപ്പോൾ വേണു പറയുന്നുണ്ട്, ഒരു പെണ്ണും 2 പയ്യന്മാരും, അതിലൊന്ന് നീയാണോ എന്ന് എനിക്ക് ഡൗട്ടുണ്ട്. അപ്പോൾ അനി പറയുന്നുണ്ട്, ഞാൻ എന്തിനാണ് അങ്ങനെ ചെയ്യുന്നത്? അതൊന്നും ഞങ്ങൾക്കറിയില്ല, ഏതായാലും ശരീരമൊക്കെ നന്നായി ചതഞ്ഞിട്ടുണ്ട്. അതിലിടയ്ക്ക് അനാമിക പറയുന്നുണ്ട്, പ്രതി മറ്റാരുമല്ലടാ, അത് നിന്റെ കാമുകി തന്നെയാണ്. അപ്പോൾ അനി പറയുന്നുണ്ട്, അവൾ അങ്ങനെ വെറുതെ ഒന്നും ആരെയും ഉപദ്രവിക്കില്ലല്ലോ. എന്നിട്ട് വേണുവിനോടും രേവതിയോടുമായി ചോദിക്കുന്നുണ്ട്, അവളെ കള്ളക്കേസിൽ കുടുക്കിയത് നിങ്ങളാണോ? അത് കേട്ടപ്പോൾ 3 പേർക്കും മിണ്ടാട്ടമില്ല. അതുകൊണ്ട് അനി പറയുന്നുണ്ട്, അതിനുള്ള സാധ്യതയുണ്ട്, എന്തായാലും ഉപ്പ് തിന്നവർ വെള്ളം കുടിച്ചേ പറ്റൂ. പിന്നെ കാണിക്കുന്നത് അനന്തപുരിയാണ്. ദേവയാനി കാറിൽ നിന്ന് ഇറങ്ങി വരുന്നത് കാണുന്നുണ്ട് നമ്മുടെ നയന. എന്നിട്ട് നയന അടുത്തേക്ക് വരുന്നുണ്ട്. എന്നിട്ട് ദേവയാനിയോട് ചോദിക്കുന്നുണ്ട്, അമ്മ ഈ ഉച്ച സമയത്ത് എങ്ങോട്ടാണ് പോയത്? അതറിഞ്ഞിട്ട് നിനക്ക് എന്ത് വേണം? എന്താ നിനക്കൊരു ചോദ്യം ചെയ്യൽ? ഞാൻ ചോദ്യം ചെയ്തതൊന്നുമല്ലമ്മേ, ഈ ചൂടത്ത് അമ്മ ഒറ്റയ്ക്ക് എങ്ങോട്ടാണ് പോയത് എന്ന് അറിയാൻ വേണ്ടി ചോദിച്ചതാ. വണ്ടിയിൽ AC നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് ചൂടൊന്നും അറിഞ്ഞിട്ടില്ല. പിന്നെ ഒറ്റയ്ക്ക് ഞാൻ പുറത്തേക്കൊക്കെ പോകാറുണ്ടല്ലോ. പിന്നെ നയന നമ്മുടെ ആൻമേരി വിളിച്ച കാര്യമൊക്കെ അമ്മയോട് പറയുന്നുണ്ട്. നയനക്ക് അവാർഡ് കൊടുക്കാൻ അവർ തീരുമാനിച്ച കാര്യമൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ദേവയാനി ഞെട്ടുന്നത് പോലെയൊക്കെ ആക്ട് ചെയ്യുന്നുണ്ട്. നിനക്കോ വേറെ ആർക്കും അവർക്ക് അവാർഡ് കൊടുക്കാൻ തോന്നിയില്ലേ? അവൾക്കും അവളുടെ അമ്മയ്ക്കും വട്ടാണെന്നാണ് തോന്നുന്നത്. എന്നോടുള്ള സ്നേഹത്തിൻ്റെ പേരിലായിരിക്കും അവർ നിനക്ക് ഈ അവാർഡ് തരുന്നത്. അവർക്കറിയില്ലല്ലോ ഇതൊക്കെ എനിക്ക് വിഷമം ഉണ്ടാക്കുന്ന കാര്യമാണ് എന്ന്. അപ്പോൾ നയന ചോദിക്കുന്നുണ്ട്, സത്യത്തിൽ അമ്മയ്ക്ക് വിഷമമുണ്ടോ? അപ്പോൾ ദേവയാനി പറയുന്നുണ്ട്, നിനക്കുണ്ടാകുന്ന ഒരു നേട്ടവും എനിക്കത്ര സന്തോഷമുള്ള കാര്യമല്ല. നയന പറയുന്നുണ്ട്, എനിക്ക് അത് അത്ര വലിയ സന്തോഷമായിട്ടൊന്നും തോന്നിയില്ല. എന്നാൽ പിന്നെ നീ വിളിച്ച് പറഞ്ഞേക്ക് അവരോട് അവാർഡൊന്നും വേണ്ട എന്ന്. എനിക്കറിയാം നിൻ്റെ മനസ്സ് ഇപ്പോൾ സന്തോഷം കൊണ്ട് തുള്ളി ചാടുകയാണ് എന്ന്. നീ ഇപ്പോൾ തന്നെ എല്ലാവരെയും വിളിച്ച് അറിയിച്ച് കാണും. അപ്പോൾ നയന പറയുന്നുണ്ട്, ഇല്ലമ്മേ, ഞാൻ ആരെയും വിളിച്ച് അറിയിച്ചിട്ടില്ല, ആദർശേട്ടനോട് പോലും പറഞ്ഞിട്ടില്ല. അവൻ തന്നെയാണ് 1ാം പ്രതി. ഇതെല്ലാം നിനക്ക് സംഘടിപ്പിച്ചതെന്നത് അവൻ തന്നെയാണ്. ഏതായാലും വളഞ്ഞ വഴിയിൽ ഒപ്പിച്ചതല്ലേ, ഏതായാലും പോയി വാങ്ങാൻ നോക്ക്, ഇതൊന്നും എപ്പോഴൊന്നും കിട്ടണമെന്നില്ല എന്നും പറഞ്ഞ് ദേവയാനി പോകുന്നുണ്ട്. അപ്പോൾ നയന ഇങ്ങനെ മനസ്സിൽ പറയുന്നുണ്ട്, അത് ശരി, അത്രയ്ക്ക് യോഗ്യതയില്ലാത്തവളാണെങ്കിൽ ഞാനിത് വാങ്ങുന്നില്ല. അമ്മയുടെ മനസ്സിലുള്ളത് പുറത്തു കൊണ്ടുവരാൻ ഞാനും ചില കളികളൊക്കെ കളിച്ചേ പറ്റൂ എന്നിങ്ങനെ ചിന്തിക്കുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് ആദർശിൻ്റെ ഓഫീസാണ്.
ഈ കാര്യങ്ങളൊക്കെ ആദർശ് വളരെ സന്തോഷത്തോടെ അച്ഛനോട് പറയുന്നുണ്ട്. അച്ഛനും വളരെ സന്തോഷമാകുന്നുണ്ട്. എന്നിട്ട് നയനയെ കാണാനായിട്ട് വീട്ടിലേക്ക് ധൃതിയിൽ വരുന്നുണ്ട് ആദർശ്. വീട്ടിലെത്തിയതും ആദർശ് എല്ലാവരോടുമായി പറയുന്നുണ്ട്, ഇവിടെ ചിലർക്ക് ഇഷ്ടപ്പെടുമോ എന്നറിയില്ല, എന്നാലും മുത്തശ്ശി നയനക്കൊരു അവാർഡുണ്ട്. ഈ വർഷത്തെ ബെസ്റ്റ് ഡിസൈനറായിട്ട് നയനയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഇത് കേട്ടത് മുത്തശ്ശിക്ക് ഭയങ്കര സന്തോഷമാകും. മുത്തശ്ശി നയനയെ കെട്ടിപ്പിടിച്ച് സന്തോഷം പ്രകടിപ്പിക്കുന്നുണ്ട്. അപ്പോഴേക്കും ജലജ പറയുന്നുണ്ട്, അങ്ങോട്ടേക്ക് വന്ന ദേവയാനിയോട്, കൂട്ടുകാരിയുടെ മകളും ചേർന്ന് ഒരു അവാർഡ് സംഘടിപ്പിച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു പരിഹാസത്തോടെയാണ് പറയുന്നത്. അപ്പോൾ ജാനകി പറയുന്നുണ്ട്, അത് കേട്ടത് ഏട്ടത്തിയുടെ മുഖം മാറിയത് കണ്ടോ? മുൻപേ അറിഞ്ഞിരുന്നുവെങ്കിൽ ഏട്ടത്തി അത് മുടക്കിയേനെ. പാവം ജാനകി അറിയുന്നില്ലല്ലോ ഇതൊക്കെ ചെയ്യുന്നത് ഏട്ടത്തി തന്നെയാണ് എന്നുള്ള കാര്യം. ഏതായാലും ദേവയാനി പറയുന്നുണ്ട്, അവൾക്ക് അവളുടെ മോൾക്ക് അങ്ങനെ അബദ്ധമൊന്നും പറ്റാറില്ലല്ലോ. അപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട്, ഇത് അബദ്ധമൊന്നുമല്ല. നീ ഇനി നിന്റെ മരുമകളെ എത്ര താഴ്ത്തിക്കെട്ടാൻ ശ്രമിച്ചാലും കാഴ്ചക്കാർ കണ്ണുപൊട്ടരൊന്നുമല്ല. അവർക്ക് നല്ലത് കണ്ടാൽ മനസ്സിലാകും. നയനയാണെങ്കിൽ ദേവയാനിയുടെ മുഖത്ത് വരുന്ന ഓരോ ഭാവവ്യത്യാസങ്ങളും ശ്രദ്ധിച്ചുകൊണ്ട് ആസ്വദിച്ചുകൊണ്ട് നിൽക്കുകയാണ്. എന്നിട്ട് മനസ്സിൽ പറയുന്നുണ്ട്, എല്ലാ കള്ളത്തരവും ചെയ്തിട്ട് ഒന്നും അറിയാത്തതുപോലെ നിൽക്കുന്നത് കണ്ടില്ലേ. പിന്നെ ദേവയാനി പറയുന്നുണ്ട്, ഞാനൊന്ന് ഏതായാലും അവളെ ഒന്ന് വിളിക്കട്ടെ. അപ്പോൾ ആദർശി ചോദിക്കുന്നുണ്ട്, വിളിച്ചിട്ട് ഈ അവാർഡ് ഇവൾക്ക് കൊടുക്കരുത് എന്ന് പറയാൻ പോവുകയാണ്. അപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട്, അങ്ങനെയെങ്ങാനും പറഞ്ഞാൽ ഇവൻ്റെ മുത്തശ്ശന് അത് സഹിക്കില്ല കേട്ടോ. പക്ഷേ എന്നാലും അവൾ എന്നെ വിളിച്ച് ഒന്ന് പറയേണ്ടതല്ലേ. അപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട്, അതിൻ്റെ കാരണം ഇവിടെ എല്ലാവർക്കും അറിയാം. നിനക്ക് നിൻ്റെ മരുമകളെ ഒട്ടും ഇഷ്ടമല്ലല്ലോ, അതുകൊണ്ടാണ് അവർ പറയാതിരുന്നത്. ഇനി അവർ ഈ അവാർഡ് കൊടുത്തില്ലെങ്കിൽ വേറെ ഏതെങ്കിലും സംഘടനക്കാർ മോളുടെ ഡിസൈനിങ്ങിന് കൊടുക്കുന്നതായിരിക്കും. അത് മനസ്സിലാക്കി അവർ ഒരു മുഴം മുൻപേ എറിഞ്ഞതാണ്. അപ്പോൾ ജലജ പറയുന്നുണ്ട്, ഇന്നത്തെ കാലത്ത് പൈസ ഉണ്ടെങ്കിൽ വഴിയിൽ പോകുന്ന ആർക്കും അവാർഡ് കിട്ടും. അപ്പോൾ മുത്തശ്ശി ചോദിക്കുന്നുണ്ട്, എന്നാൽ പിന്നെ നിനക്കൊന്ന് വാങ്ങിച്ചെടുത്തുകൂടെ? അതിന് എൻ്റെ കയ്യിൽ എവിടെയാ പണം? അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, ആരെന്ത് പറഞ്ഞാലും ശരി, ഈ അവാർഡ് എങ്ങനെയാണ് ഇവൾക്ക് കിട്ടിയത് എന്ന് എനിക്കറിയാം. അതിൻ്റെ മൂല്യം ഇടിച്ചു താഴ്ത്താൻ ഞാൻ തയ്യാറല്ല. പിന്നെ മുത്തശ്ശി പറയുന്നുണ്ട്, ഈ അസൂയയും കുശുമ്പുമൊക്കെ മാറ്റി വെച്ചിട്ട് മോളുടെ അവാർഡ് ദാന ചടങ്ങിൽ എല്ലാവരും പങ്കെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ജലജ പറയുന്നുണ്ട്, പിന്നെ ഇവളുടെ അവാർഡ് ദാന ചടങ്ങിൽ ഞങ്ങൾ പങ്കെടുക്കാൻ പോവുകയല്ലേ. അപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട്, അല്ലെങ്കിൽ അവാർഡ് കൊടുക്കുന്നിടത്ത് ആശീർവദിക്കാൻ കഴിയാത്തവർ പോകാതിരിക്കുന്നതാണ് നല്ലത്. ഞാൻ പറഞ്ഞത് തിരിച്ചെടുത്തിരിക്കുന്നു. എന്നിട്ട് മുത്തശ്ശി നയനയോടായി പറയുന്നുണ്ട്, മോൾ അന്തസ്സായിട്ട് പോയിട്ട് അവാർഡ് വാങ്ങിച്ചു വാ മോളെ. അത് മുത്തശ്ശനും മുത്തശ്ശിക്കും കാണണം. ഇതോടുകൂടി ഇന്നത്തെ കഥ ഇവിടെ അവസാനിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ്, ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. താങ്ക്സ് ഫോർ വാച്ചിങ്.